കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവിടുത്തെ സ്ഥിതി? ആ കുടുംബത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വേദനയാണ് ഈ സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. അഖില, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ കൊല്ലത്ത് തേവലക്കര എന്ന ഗ്രാമം കണ്ണീർ കടലിലായിരുന്നു. അത്രത്തോളം സങ്കടക്കടലായി മാറുകയായിരുന്നു തേവലക്കര ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ മിഥുന്റെ വീടും. നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്തു. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് മിഥുന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ശാസ്താംകോട്ട ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് എത്തിയത്. അത് ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു. ഏതാണ്ട് 4 കിലോമീറ്റർ പിന്നിട്ട് അത്രത്തോളം ജനം ആ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ സ്കൂളിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിൽ ഉണ്ടായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാനായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളായിട്ടുള്ളവർ, മാതാപിതാക്കൾ, അമ്മമാരൊക്കെ വന്ന് പൊട്ടിക്കരയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ക്ലാസ് ടീച്ചർ റൂബി അവിടെ വന്ന് ഈ മോഹാലസ്യപ്പെട്ട് വീഴുന്നത് കണ്ടു. അങ്ങനെ അധ്യാപകന്മാർ പൊട്ടിക്കരയുന്നത് കണ്ടു. അങ്ങനെ വലിയൊരു സങ്കടക്കടലായിരുന്നു അവിടെ. അതിനുശേഷം ഉച്ചയാക്കി 2 മണിയോടുകൂടി മൃതദേഹം സ്കൂളിൽ നിന്നും മിഥുന്റെ വീട്ടിലേക്ക്, വിളന്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 2:15 മിഥുന്റെ മാതാവ് അവിടെ വന്നു. മാതാവ് അവിടേക്ക് വരുമ്പോൾ കണ്ട രംഗങ്ങൾ അത് വല്ലാതെ ഉള്ളുലപ്പിക്കുന്ന കാഴ്ചകളാണ്. അമ്മ ആ മൃതദേഹത്തിൽ പുറത്തേക്ക് വീണ് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പിതാവ് പൊട്ടിക്കരയുന്നു, സഹോദരങ്ങൾ പൊട്ടിക്കരയുന്നു. ആ വീട് ഒന്നടങ്കം കണ്ണീർ കടലായി മാറുന്നു. അത്രത്തോളം ആളുകൾ, സ്കൂളിൽ ആയിരങ്ങളാണ് തടിച്ചുകൂടിയെങ്കിൽ അതിനപ്പുറം ആളുകൾ മിഥുന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ കോവൂർ കുഞ്ഞുമോൻ MLA, PC വിശ്വനാഥ് MLA, അങ്ങനെ എല്ലാവരും ഈ വീട്ടിലേക്ക് എത്തി. മന്ത്രിമാർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി. മന്ത്രിമാർ ആരും തന്നെ ഇന്നത്തെ ചടങ്ങിൽ വീട്ടിലോ മറ്റോ എത്തിയിട്ടില്ല. ഇന്നലെയൊക്കെ തന്നെ മന്ത്രിമാർ എത്തി മടങ്ങി. ഇന്ന് KB ഗണേഷ് കുമാർ MLA മന്ത്രി ആണ് ഇന്ന് രാവിലെയോടുകൂടി ആ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച് മടങ്ങിയത്. എന്തായാലും ഈ ഒരു ദുരന്തം, മിഥുന് വന്നൊരു ദുരന്തം, അത് മറ്റൊരു കുട്ടിക്കും ഇനി ഉണ്ടാകരുത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. 3 ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരാനുണ്ട്. ആ റിപ്പോർട്ടൊക്കെ വരാനുള്ളപ്പോഴും പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ആരാണ് മിഥുന്റെ മരണത്തിന് ഉത്തരവാദി? എന്തായാലും മിഥുന്റെ ചിത ഇപ്പോഴും ആ വീട്ടിൽ എരിയുകയാണ്. മിഥുന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായി. തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന് കണ്ണീരോടെ വിട നൽകുകയാണ് നാട്. ആ വേദനയിൽ ആണ് ആ കുടുംബം. കേരളം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കുഞ്ഞനുജനാണ് ആ ചിതയ്ക്ക് തീ പകർന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ആ വീടിന് പരിസരത്തും പൊതുദർശനം നടത്തിയ സ്കൂളിന് പരിസരത്തും എത്തിയത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.